നമസ്കാരം. 11 ദിവസത്തെ കലാപത്തിനൊടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം വി.ഡി. സതീശന് കിട്ടി. എന്നാൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയായി മാറാൻ ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട. കേരളം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കാനായി തെരുവുകളിൽ അരങ്ങേറിയത്. മുഖ്യമന്ത്രി സ്ഥാനം സതീശന് കിട്ടിയില്ലെങ്കിൽ വയനാട് മറ്റൊരു അമേഠിയായി മാറുമെന്നും പ്രിയങ്ക ഗാന്ധി വയനാടിനെ മറന്നേക്കാനും വരെയുള്ള പോസ്റ്ററുകൾ കോഴിക്കോട്ടും സുൽത്താൻ ബത്തേരിയിലും നിരന്നു. മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണ കൂടിയായതോടെ അക്ഷരാർത്ഥത്തിൽ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിലാകുകയായിരുന്നു. സമ്മർദ്ദത്തിലാക്കിയെന്നു മാത്രമല്ല, ആളുകളുടെ ചോദ്യങ്ങൾ ഭയന്ന് നേതാക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായി. 10 വർഷങ്ങൾക്ക് ശേഷം നേടിയ മഹാവിജയം പാർട്ടിക്ക് നാണക്കേടായി മാറി. പക്ഷേ ഒടുവിൽ സതീശന് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി. പ്രശ്നങ്ങൾ പരിഹരിക്കാനും സതീശനെ പാഠം പഠിപ്പിക്കാനും ഹൈക്കമാൻഡ് കണ്ടെത്തിയ ഒരു ഫോർമുലയാണ് സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയതിലൂടെ നടപ്പിലാക്കിയത്. വേണുഗോപാൽ മുഖ്യമന്ത്രി തർക്കത്തിൽ നിന്ന് പിന്മാറി. രമേശ് ചെന്നിത്തല ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തും എന്നുറപ്പാണ്. കാരണം മന്ത്രിസഭയിൽ ചേരാതെ വിട്ടുനിന്നാൽ അണികളുടെ പോലും എതിർപ്പ് അദ്ദേഹത്തിനുണ്ടാകും. ഈ തിരിച്ചറിവ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തും. കെ.സി. വേണുഗോപാൽ തന്റെ വിശ്വസ്തർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഫോർമുലയില്ലാതെ ഒരിക്കലും വേണുഗോപാലിനെ അനുനയിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശ്വസ്തർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാമെന്നുള്ള ഉറപ്പ് ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ടാകണം. അങ്ങനെയെങ്കിൽ തന്നെ റവന്യൂ, പൊതുമരാമത്ത്, ടൂറിസം, ധനവകുപ്പ് തുടങ്ങിയ സുപ്രധാന വകുപ്പുകളായിരിക്കും വേണുഗോപാൽ തന്റെ അനുകൂലികൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. 6 മന്ത്രിസ്ഥാനങ്ങളാണ് വേണുഗോപാലിന് നൽകുന്നത് എന്നാണ് അറിയുന്നത്. ഇനി രമേശ് ചെന്നിത്തല തനിക്കും തന്റെ പക്ഷക്കാർക്കും കൂടി 4 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ തന്നെ ആഭ്യന്തരവും ഇന്റലിജൻസും വിജിലൻസും ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ ചെന്നിത്തല ആവശ്യപ്പെടും. വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മറ്റു സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് പോകും. ഫിഷറീസും മറ്റും ഷിബു ബേബി ജോണും കൊണ്ടുപോകും. പിന്നെയുള്ളത് ജലവിഭവം, വൈദ്യുതി, ഊർജം, കുടുംബക്ഷേമം, നിയമം, മൃഗസംരക്ഷണം, ക്ഷീരസംരക്ഷണം, ഭക്ഷ്യ പൊതുവിതരണം, തൊഴിൽ, കൃഷി, വനം, വന്യജീവി തുടങ്ങിയ പ്രാധാന്യമില്ലാത്ത വകുപ്പുകളാണ്. അതിലേതെങ്കിലുമൊക്കെ സതീശന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടിരുന്നത് പോലെ സതീശനും ഇരിക്കേണ്ടി വരുമെന്നർത്ഥം. കാരണം വി.എസും പിണറായിയും തമ്മിലുള്ള കടുത്ത വിഭാഗീയത നിലനിന്നിരുന്ന 2006-ലാണ് വി.എസിന് സീറ്റ് നൽകുന്നതും അദ്ദേഹം ജയിച്ച് മുഖ്യമന്ത്രിയാകുന്നതും. അങ്ങനെ വെറുതെ വി.എസിനെ മത്സരിപ്പിക്കുകയായിരുന്നില്ല. വി.എസിനെ മത്സരിപ്പിക്കാതിരിക്കാൻ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ പഠിച്ച പണി 18 പയറ്റി. ഒടുവിൽ ജനരോഷം എതിരാകുമെന്ന് കണ്ടതോടെയാണ് വി.എസിന് മത്സരിക്കാൻ സീറ്റ് നൽകിയത്. മുഖ്യമന്ത്രിയായ വി.എസിന് ഒരു സുപ്രധാന വകുപ്പും നൽകിയില്ല. ആഭ്യന്തരവും ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കോടിയേരി ബാലകൃഷ്ണന് കൊടുത്തു. വി.എസിനാകട്ടെ പൊതുഭരണവും പ്രവാസികാര്യവും ആസൂത്രണവും അടക്കമുള്ള അപ്രധാന വകുപ്പുകൾ മാത്രം. കാര്യങ്ങളെല്ലാം അങ്ങ് AKG സെന്ററിലിരുന്ന് പിണറായി തീരുമാനിക്കും. വി.എസിന്റെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ പിണറായിയുടെ ചാരന്മാരുണ്ടായിരുന്നു. ഫലത്തിൽ സതീശന്റെയും അവസ്ഥ അതുതന്നെയാകും. വേണുഗോപാലിന്റെ വിശ്വസ്തരും ചെന്നിത്തലയും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും മന്ത്രിസഭയിലുണ്ട്. ക്യാബിനറ്റ് പറയുന്ന എല്ലാ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് അംഗീകരിക്കേണ്ടി വരും. പിടിവാശി കാണിച്ചും സമ്മർദ്ദം ചെലുത്തിയുമൊക്കെയാണ് സതീശന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ ഹൈക്കമാൻഡ് നിർബന്ധിതരായത്. തങ്ങളുടെ വിലക്ക് പോലും മറികടന്ന് സതീശന് വേണ്ടി ഫ്ലക്സുകൾ ഉയർത്തുകയും പ്രതിഷേധം നടത്തുകയും ഒക്കെ ചെയ്തത് ഹൈക്കമാൻഡിനെ അതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതും സതീശന് തിരിച്ചടിയാകും. പ്രതിപക്ഷത്തുള്ളതിനേക്കാൾ ശത്രുക്കൾ മന്ത്രിസഭയിൽ സതീശനുണ്ടാകും. ഇതിനിടയിൽ പിടിച്ചു നിൽക്കാൻ സതീശൻ എന്നല്ല ആർക്കും കഴിഞ്ഞു എന്ന് വരില്ല. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു മുൾക്കിരീടമാകും എന്നുറപ്പാണ്.